ഇലക്ട്രിക്കിലേക്ക് വന്നപ്പോഴേ ജീവിതം എങ്ങനെയാ മാറിയത്? മറ്റേ വാഹനങ്ങളെ അപേക്ഷിച്ച് ഗുണകരമായിരുന്നു. അപ്പം ഈ ഒരു വണ്ടിയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരട്ടെ. കാരണം 50 വർഷത്തോളം അടുത്ത ഓട്ടോ ഓടിച്ച് അല്ലെങ്കിൽ ഈ തൊഴിൽ മാത്രം ചെയ്ത് ജീവിച്ച് കുടുംബത്തെ പോറ്റി മക്കളെ വളർത്തി അല്ലേ, മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അത്യാവശ്യം കാര്യങ്ങളില്ലാതെ ലൈഫ് സന്തോഷത്തോടെ പോകുന്ന ഒരു വ്യക്തിയാണ്. ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് കസ്റ്റമറാണ് അല്ലേ? ഇപ്പൊ ഈ വാഹനം എന്ന് പറഞ്ഞ ആപ്പ് ഈസിയുടെ അൾട്ര, അതും ട്രിവാൻഡ്രത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലായിരുന്നു ഗുണകരമായത്. ഇതിൽ നിന്നുള്ള വരുമാനം കൂടുതലായിരുന്നു. ഇപ്പൊ ഈ വണ്ടി വന്നിട്ട് 4 പേര് കുറവംകുണത്തുനിന്ന് ആ തേരി കയറി മ്യൂസിയം റോഡ് വന്നിട്ട് പോലും ടോപ്പ് ഗിയറിൽ 4 പേര് കയറി ഈസി ആയിട്ട് കയറിപ്പോയി. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ബാഹുലൻ ചേട്ടനെ കൊണ്ട് ഞാൻ 3ാമത്തെ തവണയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലേ? 3ാമത്തെ തവണയല്ലേ? ഓക്കെ. ഒരു 5 വർഷം ആയെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ എടുത്ത് 2ാമത്തെ വണ്ടി എടുത്തിട്ട് 5 വർഷം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇലക്ട്രിക് ഓട്ടോ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നാൽ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉള്ള ഒരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു ഏകദേശം 45 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയാണ്. ഇപ്പം 4-5 വർഷം കൂടെ ആയപ്പോൾ ഏകദേശം ഒരു 50 വർഷം ആകാറായി അല്ലേ? അപ്പം നമ്മൾ ആദ്യമേ എടുത്തത് മറ്റേ PIGയുടെ E-City ആണ് എടുത്തത്. അപ്പം ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. ഓക്കെ. അപ്പം നമ്മൾ ഞാൻ ഈ തുടക്കകാലം മുതൽ ഇലക്ട്രിക് ഓട്ടോയുടെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു ചാനലിലൊന്നാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സിനെയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു PIGO എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് വീണ്ടും ഞാൻ ബാലൻ ചേട്ടനെ വിളിക്കുന്നത് ഇങ്ങോട്ട്. ഓക്കെ. അപ്പം നമുക്ക് കഴിഞ്ഞ ഒരു വണ്ടിയെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് പറയാം. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് പെട്രോൾ ഡീസൽ ഒക്കെ വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കിലേക്ക് വന്നപ്പോഴേ ജീവിതം എങ്ങനെയാ മാറിയത്? മറ്റേ വാഹനങ്ങളെ അപേക്ഷിച്ച് ഗുണകരമായിരുന്നു. എങ്ങനെ എത്തരത്തിലായിരുന്നു ഗുണകരമായത്? ഇതിൽ നിന്നുള്ള വരുമാനം കൂടുതലായിരുന്നു. ആണല്ലേ? അസംയുക്തമായിട്ട് പറയാണ്, യാതൊരു ഇതും കൂടാതെ പറയാണ്. ഒരു മടിയില്ലാതെ തന്നെയാണ് ആ കാര്യം പറയുന്നത്. പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായോ ഇലക്ട്രിക് ഓട്ടോ? ബുദ്ധിമുട്ട് അതായത് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ അവിടെ പോയി ബാറ്ററി എടുക്കുന്ന, പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. അന്ന് സ്വാപ്പബിൾ ആയിട്ടുള്ള ബാറ്ററിയാണോ ഉപയോഗിച്ചത്? അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മനം മടിപ്പിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. അത് അല്ല. അതുകൊണ്ട് വേറെ ദോഷങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല. പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയപ്പോൾ ഒരു ചേഞ്ച് ആണെന്ന് തോന്നി. ഇത് ഫിക്സഡ് ബാറ്ററി ആണല്ലേ? ഇത് ഫിക്സഡ് ബാറ്ററി. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നല്ലേ? അതെ. വീട്ടിൽ ചെയ്യാവുന്നത് കൊണ്ട് ഒരു ഇതുകൊണ്ടാണ് അത് എടുക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം ഞാൻ അത് ഓടിച്ചതിൻ്റെ കാര്യങ്ങളിൽ കുറേയൊക്കെ ഏറെക്കുറെ ബോധ്യമായി. അപ്പൊ അതിനെക്കാലൊക്കെ അപ്പൊ കമ്പനിയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവുമല്ലോ. അതും കൂടെ ഉറപ്പായിട്ടാണ് ഇതിപ്പോ എടുക്കാൻ എടുക്കുന്നത്. മറ്റേ വണ്ടി വിറ്റോ? മറ്റേ വണ്ടി കൊടുത്തു. കൊടുത്തു. അതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല. ഈ 5 വർഷം കാര്യമായ വരുമാനം എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയ ഒരു ഇത് റേഞ്ച് കൂടിയ വണ്ടി വന്നതുകൊണ്ട്, പിന്നെ പോയി ബാറ്ററി എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ റേഞ്ച് കൂടിയത് കൊണ്ട് വീട്ടിൽ ഫിക്സ് ചെയ്ത് എടുക്കാവുന്നത് കൊണ്ടും ആണ് ഇപ്പൊ ഇതിലേക്ക് വന്നല്ലേ? നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന E-Cityക്ക് എത്ര ഉണ്ടായിരുന്നു റേഞ്ച്? ശരാശരി എത്ര കിട്ടിക്കൊണ്ടിരുന്നത്? കമ്പനിക്കാർ പറയണ ഒരു കട്ട, അത് 5 കട്ടയാണ് അതിൽ വരുന്നത്. ഒരു കട്ട 20 കട്ടയാണ് അവർ പറയുന്നത്. 100. പക്ഷെ അതൊന്നും കിട്ടത്തില്ല. 100 കിലോമീറ്റർ ഒന്നും കിട്ടത്തില്ല. ഒരു 50-55 ഞങ്ങൾ വീണ്ടും വേറെ സ്വൈപ്പ് ചെയ്ത് മാറ്റും. അങ്ങനെ ബാറ്ററി സ്വാപ്പ് ചെയ്യണമായിരുന്നല്ലേ? അതെ. കാരണം ഒരു ഓട്ടം കിട്ടിയാലേ ഈ ഇത് വെച്ചും കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് കൊണ്ട് നേരത്തെ നമ്മൾ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് മാറ്റും. അതായത് ഈ ഒരു 4 വർഷം മുമ്പുള്ള കാര്യം പറയുന്നല്ലേ? അതെ. 4 അല്ല 5 കൊല്ലം അടുപ്പിച്ച്. 5 കൊല്ലം അടുപ്പിച്ചായി. അപ്പൊ പുതിയ വണ്ടിയിലേക്ക് വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത് അതെന്ന് പറഞ്ഞു? വണ്ടി വന്നപ്പോഴേ പിക്കപ്പ് ഉണ്ട്. അതിനെ അപേക്ഷിച്ച് ഒത്തിരി സ്പീഡ് കൂടിയിട്ടുണ്ട്. സ്പീഡ് കൂടിയപ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം. ഇതിന് എനിക്ക് തോന്നുന്നു 55 കിലോമീറ്റർ അല്ലേ സ്പീഡ്? 55 കിലോമീറ്റർ ആണ് കമ്പനി പറഞ്ഞത്. ഇതുവരെ അത് ആ സ്പീഡ് എടുത്തിട്ടില്ല. സിറ്റിയിൽ മാത്രമാണ് കൂടുതൽ ഓടുന്നത് അല്ലേ? അതെ, സിറ്റിയിലാണ് കൂടുതൽ ഓടുന്നത്. പിന്നെ വേറെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നേ? പിന്നെ നമുക്ക് വണ്ടിയുടെ വലിപ്പത്തിലേക്ക് വ്യത്യാസം വന്നോ? വണ്ടിയുടെ വലിപ്പത്തിലൊന്നും വന്നില്ല. ടയർ കുറച്ച് വലുതായിട്ടുണ്ട്. ടയർ മാറ്റം കൂടിയപ്പോഴത്തേക്ക് ബേസ്മെന്റ് പൊങ്ങി. ബാറ്ററിയുടെ പവർ എന്ന് പറയുന്നത് മറ്റേത് സ്വാപ്പിംഗ് ബാറ്ററിയിൽ നിന്ന് ഫിക്സഡിലേക്ക് വന്ന് വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര സമയം എടുക്കുമായിരിക്കും? അത് കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും 3.25 മണിക്കൂർ 3.25 അവർ പറയുന്നത്. ഞാൻ അത്രയും ആവശ്യം വന്നിട്ടില്ല. കാരണം ഇതിൽ കുറെ ബാലൻസ് ഇട്ടിട്ടാണ് ഇപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ചാർജിന് എത്ര കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്? അതായത് 100, 150, 160 മേളിൽ വരെ
ഓടിയിട്ടുണ്ട്. ആണല്ലേ? പക്ഷേ പിയാജോ പറയുന്നത് പറഞ്ഞാൽ 200 നിശ്ചയമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് അതേപോലെ അത്രയും വലുതായിട്ട് ഓടാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു തടസ്സം വന്നാലേ നമുക്ക് പിന്നെ വീട്ടിൽ പോയി അത് ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള ഒരു ഇത് കിട്ടണം. അതെ അതെ, അതുകൊണ്ട് അത്രയും തീർത്തോടത്തില്ല. അതെ അതെ. നേരത്തെ 8 കിലോ വാട്ടിന്റെ ബാറ്ററി ആയിരുന്നു, 10.2 കിലോ വാട്ടിന്റെ ബാറ്ററിയാണ്. 45 എണ്ണം ടോർക്ക് ഉണ്ട്, 9.5 കിലോ വാട്ടിന്റെ അല്ലെ നമുക്ക് പവർ ഉണ്ട് മോട്ടറിന്റെ അല്ലേ? പിന്നെ ഇതിന്റെ ഗിയർ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നല്ല സിസ്റ്റം ആണെന്ന് തോന്നുന്നു. ഈസി അല്ലേ? ഈസി ആണല്ലേ? ഈസിയാണ്. നമ്മൾ ഒരു നോവ് നിന്നിട്ടുണ്ട്, ആ നോവിൽ പിടിച്ച് ആവശ്യമുള്ള ഇതിലിട്ടാൽ മതി. അത് ശരി. പിന്നെ ഇത് ഈ വാഹനം കയറ്റം കയറുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ മറ്റേതിനെ അപേക്ഷിച്ച് രാപകല് വ്യത്യാസമുണ്ട്. അതിനെ അപേക്ഷിച്ച് നല്ല സ്പീഡും 4 പേര് വഴിക്കൊക്കെ വെച്ച് ഞാൻ ഈ മ്യൂസിയം കയറി. ഇപ്പൊ ഈ വണ്ടി വന്നിട്ട് 4 പേര് കുറവകുണത്തുനിന്ന് ആ തേരി കയറി മ്യൂസിയം റോഡ് വന്നിട്ട് പോലും ടോപ്പ് ഗിയറിൽ 4 പേര് കയറി ഈസി ആയിട്ട് കയറിപ്പോയി. അവരുടെ ബാഗും എല്ലാം കൂടെ ചേർത്ത് 28% ഗ്രേഡബിലിറ്റി ഒക്കെയാണ് ഇവരുടെ ഒരു വാഹനം പറയുന്നത്. പിന്നെ ഇതിനകത്ത് പ്ലാനറ്ററി ആയിട്ടുള്ള ഗിയേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം മൊത്തത്തിൽ സന്തോഷമാണ്. അതെ അതെ, ഹാപ്പിയാണ്, ഉറപ്പാണ്. ഓക്കെ. അപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പം ഒരുപാട് വാഹനങ്ങൾ മാർക്കറ്റിലുണ്ട്. വീണ്ടും ഈ ഒരു ബ്രാൻഡ് തന്നെ എടുക്കാമെന്നൊക്കെ തീരുമാനിച്ചതിന്റെ കാരണം നമുക്ക് അതിൽ അധികം പൈസ ഒന്നും ചെലവഴിക്കാനായിട്ട് വന്നിട്ടില്ല. മെയിൻ്റനൻസ് കുറവാണ്. ശരിക്കും ഇലക്ട്രിക് ഓട്ടോയ്ക്ക് മെയിൻ്റനൻസ് കുറവാണ്. പക്ഷേ വന്നെങ്കിലും നമുക്ക് നല്ല കാശാവും. സ്പെയർ പാർട്സിനൊക്കെ നല്ല വിലയുള്ള. അതിന് കാര്യമായിട്ട് എന്ത് പണിയാണ് വന്നത്? അതിന് വന്ന എനിക്ക് ഒരു ടോക്ക് കംപ്ലൈൻ്റ് ആയി. എന്ത് ബാറ്ററി വെക്കുന്ന ഒരു ടോക്ക് അത് കംപ്ലൈൻറ്റ്. ബാറ്ററി ഡോക്ക് അതിന് 24,000 രൂപയായി അത്. ഓക്കെ. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ സാധാരണ ഓട്ടോറിക്ഷ പോലുള്ള ഫ്രണ്ട് ബാക്ക് ഒക്കെ നമുക്ക് സാധാരണ വർക്ക്ഷോപ്പിൽ ചെയ്യാം. അത് ശരി. ഓക്കെ. അതാണ് ആ സിസ്റ്റമാണ് ഇത്. അപ്പോൾ വലിയൊരു പ്രശ്നം ഡോക്ക് കംപ്ലൈന്റ് ആയിരുന്നു അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ 4-5 വർഷത്തിനിടയ്ക്ക് വലിയ പ്രശ്നം, ചെറിയ മൈനർ കേസുകളൊക്കെ ഉള്ളൂ. കാര്യമായ കാശിറക്കുന്ന രീതിയിലുള്ളതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ഈ പിയാജോയ്ക്ക് അത്രയും വലിയ മെയിൻ്റനൻസിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ആ ഒരു ധൈര്യത്തിലാണ് ഈ വണ്ടി എടുത്തത്. കാര്യമാണ്. ഇനി മറ്റുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. ഈ വണ്ടി എടുത്തപ്പോൾ എത്ര രൂപയായി? ഇത് 1,20,000 രൂപ കമ്പനി പ്രൈസ്. അതിന് അവര് 4,20,000 കമ്പനി പ്രൈസ്. അതിന് സാറ് 20,000 കുറച്ച് തന്നു. പിന്നെ എൻ്റെ ഈ ബോഡി ഒക്കെ ചെയ്യുന്നതിന് ഒരു 30,000 രൂപയായി. അങ്ങനെ 4,30,000 രൂപയായി എനിക്ക്. 4,30,000. ഓക്കെ. ഇപ്പൊ വീട്ടിലെല്ലാരും ഹാപ്പി ആയിരിക്കും അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ വണ്ടി ഇപ്പം ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി അല്ലേ? ഒരാഴ്ചയായി. ഓക്കെ. ഒരാഴ്ചയായിട്ട് എന്താണ് മൊത്തത്തിലുള്ള ഒരു ഫീലിംഗ്? നല്ല കാര്യം, നല്ല അഭിപ്രായം, നല്ല സന്തോഷമുണ്ട്. മറ്റേ വണ്ടിയിൽ ഇതിലേക്ക് മാറിയപ്പോൾ ഒരു വലിയൊരു പ്രീമിയം വാഹനത്തിലേക്ക് വന്ന പോലെ ഫീൽ ആയല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ട, ബാറ്ററി സോപ്പ് ചെയ്യാണ്ട് എടുത്ത് മാറ്റേണ്ട. ഏറ്റവും വലിയൊരു സന്തോഷം അതല്ലേ? നമുക്ക് ഓടി ഓട്ടം കിട്ടുമ്പോൾ ചാർജ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാറ്ററി എടുക്കുമ്പോൾ ആ കസ്റ്റമറെ നമ്മൾ വിടണം. ഓക്കെ. ഇതിപ്പോൾ അതങ്ങൊന്നും ഇല്ലല്ലോ. എന്നാലും 100-150 വരെ നമുക്ക് ഈസി ആയിട്ട് ഓടാം. പിന്നെ വലിയ ബാക്കി പ്രശ്നം വരുന്നുള്ളൂ, കുറവ് വരുള്ളൂ. ഓക്കെ. അപ്പം വണ്ടിക്ക് ഏകദേശം 4,30,000 രൂപയോളം ചിലവായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്ര നാൾ കൊണ്ടൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടുമായിരിക്കും? മറ്റേ വണ്ടിയുടെ ഒക്കെ ഒരു ലോണൊക്കെ എത്ര നാൾ കൊണ്ടൊക്കെ ആയിരിക്കും തീർത്തത്? അത് ഞാൻ കുറച്ച് കാശ് ഒന്നിച്ചാണ് ചിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ചിട്ടിയൊക്കെ അവർ 48 മാസം ഞാൻ 36 മാസം കൊണ്ട് അടച്ച് തീർത്തു. അത് ശരി. അത് മാത്രം അത് ഫ്ലാറ്റ് റേറ്റ് ആയിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ചിട്ടി കെട്ടി ആ കാശ് മേടിച്ച് അത് അടച്ചു തീർത്തു. ആണല്ലേ? ആ ചിട്ടിയും അടഞ്ഞു തീർത്തു. ശരി. വണ്ടിയുടെ വിലയും നമ്മൾ ഓടിക്കുന്ന ഇതും റിട്ടേൺസും വെച്ച് നോക്കുമ്പോഴത്തേനെ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റും? നമുക്ക് ഇനി നീണ്ട കാലം കിടക്കയില്ല എപ്പോഴും. അല്ല, പഴയ വണ്ടിയുടെ കാര്യമായിട്ടോ? അതെ. അതൊരു നഷ്ടമൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, നഷ്ടമൊന്നും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമാണ്. പെട്രോളും നമ്മൾ ഈ ഇലക്ട്രിക് വാഹനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ദിവസം നമ്മുടെ വരുമാനത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുമായിരിക്കും? അത് നമ്മൾ ഓടുന്നതിന് എന്നാലും ശരാശരി മറ്റേ പെട്രോൾ ഡീസലിനെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസമുണ്ട്. അല്ല, അത്യാവശ്യം കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. നമുക്ക് ലോൺസ് ഒക്കെ അടച്ചു പോകാൻ പറ്റും. ഈ വണ്ടി ഓടി തന്നെ ലോണും അടച്ച് വീട്ടുകാര്യങ്ങളും ഒക്കെ നടന്ന ഈ വണ്ടി അങ്ങനെ ഞാൻ കുറ്റം പറയുന്നു. കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നു. ആണല്ലേ? അതേപോലെ ഇതിൽ നിന്നും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എന്തായാലും പറ്റില്ല. കാരണം ഇപ്പൊ അത്രയും കൂടെ കൊണ്ട് ചാർജ് ചെയ്യണ്ട. ഇല്ല, ഏത് സമയത്ത് എവിടെ ലോങ് വിളിച്ചാലും പോകാം. മറ്റേ സിറ്റിക്കകത്തുള്ള ഓട്ടോമേ നമുക്ക് ഓടാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇലക്ട്രിക് വണ്ടിക്ക് പെർമിറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ സിറ്റിയെ സംബന്ധിച്ചോളം മറ്റു ഒന്നും എനിക്ക് നിലവിൽ അറിവില്ല. അല്ല, നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ ഓടുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, ഇത് ആൾക്കാരുള്ളതാണല്ലോ. ഇലക്ട്രിക് വണ്ടിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലേ? ആൾക്കാരുള്ളതാണ്. സാധാരണ പെട്രോൾ ഓട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അത് നമുക്ക് ഇവിടെ പാരിപ്പള്ളി വരെയൊക്കെ പോകാറുള്ളൂ. ഇപ്പം പിന്നെ ആൾക്കാരുള്ള പെർമിറ്റ് കൊടുത്തു. സിറ്റിക്കകത്ത് പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല.
അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. കൊണ്ടുപോകാം. ഓക്കെ. പിന്നെ സ്റ്റാൻഡുകളിൽ മറ്റു സ്റ്റാൻഡുകളിൽ കയറാൻ അവർ സമ്മതിക്കത്തില്ല. അവിടെ യൂണിയനും കാര്യങ്ങളൊക്കെ അല്ലാതെ നമുക്ക് ഇവിടെ സാധാരണ ഓടുന്ന പോലെ ഓടാം. ശരി, വഞ്ചന ഓടുന്ന ഓട്ടങ്ങളെല്ലാം കൂടുതലായിട്ട് ഊബർ എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഓല അങ്ങനെ? എനിക്ക് എല്ലാം ഫോൺ വഴിയുള്ള ഓഫ്ലൈൻ മാത്രമാണ് ഓടുന്നത് അല്ലേ? കേട്ടോ, ഇത് ഓഫ്ലൈൻ മാത്രമാണ് ഓടുന്നത്, അല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള മറ്റോ ബുക്കിംഗ്സ് ഒന്നും ഇല്ല. ഓല ഊബർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത്ര വർഷത്തെ പരിചയവും എക്സ്പീരിയൻസും കൊണ്ടും ഒക്കെ കിട്ടുന്ന ഓട്ടമാണ് സ്റ്റാൻഡിൽ വരുന്ന ഓട്ടങ്ങളാണല്ലേ? ഓക്കെ. ഇപ്പോഴും നിലവിൽ കുറങ്ങോണത്താണ് ഓടുന്നത്. ട്രിവാൻഡ്രം കവടിയാറ് കുറങ്ങോണത്താണ് ഓടുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. കാരണം നമ്മൾ ഇപ്പം ഞാൻ ഈ 5 വർഷത്തെ വലിയൊരു സൗഹൃദമാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും നമ്മുടെ ഡ്രൈവുകൾക്ക് വേണ്ടിയൊക്കെ വെളുപ്പിന് നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം എന്നെ ബാംഗ്ലൂർ പോകാൻ വേണ്ടി വലഞ്ചേട്ടനാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ അതേപോലെ ലൈക്ക് അത്രയും നാളത്തെ ഒരു ബന്ധമാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ഒരാളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ്. കാരണം ഒരു ബ്രാൻഡിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ രണ്ടാമത് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ. വീട്ടിൽ ട്രിവാൻഡ്രത്ത് ഒനീറോയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? ഒനീറ ജെൻസൺ പേഴ്സണലായിട്ട് നമുക്ക് വണ്ടി തരാറുണ്ട്. പുള്ളി അത്യാവശ്യം കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ട് പ്രശ്നങ്ങൾ കണ്ട് അന്നേരം തീർത്ത് നല്ല പൊഴുത്തി പറയുന്നതല്ല, പുള്ളിയുടെ സ്വഭാവം നല്ലതാണ്. അത് ഡ്രൈവേഴ്സിനെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്സിൽ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് മാത്രം പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. കാരണം സ്പേഴ്സിന് വേണ്ടി ഒരു വണ്ടി പണ്ട് പൊളിച്ച ടീമാണ്. അതായത് സ്പെയർ കൊടുക്കാൻ വേണ്ടി ഒരു വണ്ടി മേടിച്ചിട്ട് ആ ഡിലേ വരുന്ന സമയത്ത് ഈ വണ്ടിയിൽ നിന്ന് സ്പെയർ എടുത്ത് ആ വണ്ടിയിലിട്ടിട്ട് റിഡായി കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു വണ്ടി 1-2 വണ്ടി അങ്ങനെ ഹോൾഡ് ചെയ്തൊരു വ്യക്തിയാണ്. അത് എല്ലാവരും ചെയ്യുന്നവരൊന്നുമല്ല കേട്ടോ. കാരണം ഇത്ര വിലയുള്ള 2 പ്രൊഡക്റ്റ് കസ്റ്റമർ സർവീസ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഈ ഒരു വണ്ടിയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരട്ടെ. കാരണം 50 വർഷത്തോളം അടുത്ത ഓട്ടോ ഓടിച്ച് അല്ലെങ്കിൽ ഈ തൊഴിൽ മാത്രം ചെയ്ത് ജീവിച്ച് കുടുംബത്തെ പോറ്റി മക്കളെ വളർത്തി അല്ലേ, മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അത്യാവശ്യം കാര്യങ്ങളില്ലാതെ ലൈഫ് സന്തോഷത്തോടെ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇലക്ട്രിക് ഓട്ടോ വന്നപ്പോൾ അതിന് പെട്ടെന്ന് നല്ലൊരു മാറ്റം കൂടെ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഈ ഓട്ടോ കൊണ്ടും കാര്യങ്ങളൊക്കെ ആണല്ലേ? ഇതേ കൊണ്ട് കുറച്ച് പൈസ അധികം ഉണ്ടാക്കിയിട്ട് കുറച്ച് റിട്ടയർമെന്റ് ലൈഫിൽ കുറച്ച് പോകണ്ടേ? നടക്കും കേട്ടോ. അപ്പം ട്രിവാൻഡ്രത്തെ 2 ഡെലിവറികളും, ആദ്യത്തെ ഡെലിവറിയും രണ്ടാമത്തെ ഡെലിവറിയും നമുക്ക് ഈ ഒരു വാഹനം ചേട്ടന് വാഹനം കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് രൂപേണൊക്കെ എഴുതാം. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവരും. കാരണം സന്തോഷമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത്ര നാളായിട്ട് ഈ ഒരു മേഖല ഓട്ടോ മേഖല നിൽക്കുകയും പുതിയ ഇന്നോവേഷൻസിനനുസരിച്ച് മാറി അത് അവരുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ട് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് താഴെ എഴുതിയാൽ മതി. നമുക്ക് വീണ്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആളെ തിരിച്ച് കൊണ്ടുവരാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടിക്കുന്ന ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബൈ ഷോ.